ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റഷ്യൻ വിപ്ലവത്തെ കുറിച്ചാണ് പഠിച്ചത്. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി ലോകം മുഴുവൻ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ പടർന്നു പിടിച്ചതായി നമ്മൾ കണ്ടു അല്ലെ. ആ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ ചരിത്രത്തിൽ ഇടം നേടിയ മറ്റൊരു വിപ്ലവം നടക്കുന്നുണ്ട്. നമുക്ക് ആ വിപ്ലവത്തെ കുറിച്ച് നോക്കാം. ചൈനീസ് റെവല്യൂഷൻ, ചൈനീസ് വിപ്ലവം. ചരിത്രത്തിന്റെ നാഴികക്കല്ലായി മാറിയ മറ്റൊരു വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ചൈനയുടെ മധ്യകാല ചൈനയുടെ ചരിത്രം പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടാവും. നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന ശക്തമായ രാജഭരണം നിലനിന്ന ചൈന. കുറെ രാജഭരണത്തിൽ അവസാനത്തേതുവരെ നമ്മൾ അവിടെ പഠിച്ചു മഞ്ചു ഡൈനാസ്റ്റി, ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ. ഈ മഞ്ചു രാജവംശം അവരുടെ അടക്കി ഭരിച്ചിരുന്ന സ്വേച്ഛാധിപതികളായിരുന്ന ഒരു സമൂഹത്തെ മുഴുവൻ ചൂഷണം ചെയ്തപ്പോൾ ആ സമൂഹത്തിലെ ജനങ്ങൾ ശക്തമായി സംഘടിച്ച് ശക്തരായി അവർ നേടിയെടുത്ത അവരുടെ വിജയത്തിന്റെ ഒരു അവരെത്തിയ ലക്ഷ്യസ്ഥാനമാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിപ്ലവങ്ങളൊക്കെ നടക്കാനുള്ള കാരണങ്ങൾ നമ്മൾ ബാക്കി 4 വിപ്ലവങ്ങളിലും കണ്ടതാണ്. അപ്പോൾ ഇവിടെ മാഞ്ചു രാജവംശം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തിനെതിരെ നടക്കുന്നതാണെന്ന്. രാജവംശത്തിന് അല്ലെ, ഏകാധിപതികളായ സ്വേച്ഛാധിപതികളായ ചൂഷണം ചെയ്യുന്ന മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ. ഏത് വംശമാണ് അപ്പൊ ചൈനയിൽ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന വംശം? മഞ്ചു ഡൈനാസ്റ്റി. ഇത് അവസാന രാജവംശമാണെന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ അർത്ഥം ഇത് അവസാനിച്ചിട്ട് ചൈന റിപ്പബ്ലിക് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ മഞ്ചു ഡൈനാസ്റ്റി അവസാനിക്കുന്നത് എങ്ങനെ, എന്തിനെതിരെയാണ് വിപ്ലവം നടക്കുന്നത്, ഇവരുടെ ഭരണം ഏത് രീതിയിലായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മാഞ്ചു രാജവംശം ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത്, മറ്റു വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജഭരണം നിലനിൽക്കുമ്പോൾ ഫ്യൂഡലിസത്തിനെതിരെയുമാണ് വിപ്ലവം നടന്നതായി നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ മാഞ്ചു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഏകാധിപതിയായ സ്വേച്ഛാധിപതികളായ മാഞ്ചു രാജവംശം അവിടേക്ക് ഫോറിനേഴ്സിന് കടന്നു വരാനുള്ള അവസരം കൊടുക്കുകയാണ്. അതായത് വിദേശികൾക്ക് കടന്നു വരാൻ അവസരം കൊടുക്കും. അപ്പോൾ വിദേശികളുടെ കൊളോണിയൽ റൂളേഴ്സ് തന്നെ, അതായത് കോളനിവൽക്കരണം ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ ചൈനയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങളും പോളിസികളൊക്കെ നടപ്പിലാക്കുകയാണ്. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയും തൊഴിൽ രഹിതരായ ആളുകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോരാടുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായി ആലോചിച്ച് നോക്കുക, ഈ ഫോറിനേഴ്സിന് കടന്നു വരാൻ അവസരം കൊടുക്കുമ്പോൾ ഫോറിനേഴ്സിനെ ഓടിക്കാനാണോ അവിടെ വിപ്ലവം നടക്കുക, അല്ലെങ്കിൽ ആ ഫോറിനേഴ്സിന് അനുവാദം കൊടുത്ത മാഞ്ചു ഡൈനാസ്റ്റിക്കെതിരെയായിരിക്കുമോ? മാഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ. കാരണം ആ രാജവംശമാണ് ഈ ഫോറിനേഴ്സിന് കടന്നു വരാൻ അവസരം കൊടുത്തത്. അപ്പോ ഈ വിപ്ലവത്തിന്റെ ഇൻട്രൊഡക്ഷൻ കിട്ടി. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ്, എന്തിനെതിരെയാണ്? ഇറ്റ് വാസ് അഗെയിൻസ്റ്റ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മാഞ്ചു ഡൈനാസ്റ്റി. മാഞ്ചു ഡൈനാസ്റ്റി, മാഞ്ചു ഡൈനാസ്റ്റി ആൻഡ് എന്തിനെതിരെയാണ്? ശക്തമായ സ്വേച്ഛാധിപത്യമായ മാഞ്ചു ഡൈനാസ്റ്റിക്ക് എതിരെയും ഫോറിൻ ഇൻവേഷൻ അല്ലെങ്കിൽ ഫോറിൻ ഡോമിനേഷൻ, ആധിപത്യം. അപ്പൊ സ്വേച്ഛാധിപതികളായ മാഞ്ചു രാജവംശത്തിനും വിദേശികളുടെ ആധിപത്യത്തിനും എതിരെയാണ് ശക്തമായി ചൈനയിൽ സാധാരണക്കാരായ ജനങ്ങൾ ഈ രാജവംശത്തെ ഇല്ലാതാക്കാൻ, അതായത് ഫോറിനേഴ്സിന് അവിടേക്ക് കടന്നു വരാൻ അവസരം കൊടുത്ത രാജവംശത്തെ, ഏകാധിപതിയായ രാജവംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് നടക്കുന്നേ? ചൈനയിൽ വിപ്ലവം നടക്കുന്നത്. അപ്പൊ ചൈനീസ് വിപ്ലവം എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട രാജവംശമാണ് മഞ്ചു രാജവംശം. മഞ്ചു രാജവംശം, അവസാന രാജവംശം. അപ്പൊ ഇവര് ഏകാധിപതി ആയതോടുകൂടിയും അല്ലെങ്കിൽ ഇവര് വിദേശികൾക്ക് കടന്നു വരാൻ അവസരം ചൈനയിൽ സൃഷ്ടിച്ചതും ചൈനയിലെ തദ്ദേശീയ കച്ചവടക്കാർ തൊഴിൽ രഹിതരാവാൻ കാരണമാവുകയും അവർ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാണ്. അപ്പോ ഈ ചൈനയില് വിദേശികൾ വന്നിട്ട് നല്ല രീതിയിൽ ട്രേഡ് നടത്തുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പൊ ഈ വന്ന വിദേശികൾ അവിടെ കോളനിയാക്കുകയും അവർക്ക് ലാഭം കിട്ടുന്ന പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. അതായത് ദ കൊളോണിയൽ പവേഴ്സ് ഓഫ്, എടുത്തു പറയാം, യൂറോപ്പിലെ ഏറ്റവും ശക്തരായ ആരായിരിക്കും? ഇംഗ്ലണ്ട് അല്ലെ. അപ്പൊ ദ കൊളോണിയൽ പവേഴ്സ് ഓഫ് യൂറോപ്പ്. ഇനി യൂറോപ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തര അമേരിക്കയാണ്. അപ്പൊ ഈ യൂറോപ്പും അമേരിക്കയുമാണ് എവിടേക്ക് കടന്നു വരുന്നത്?
ചൈനയിലേക്ക് കടന്നു വരാൻ അവർ അവസരം കൊടുത്തു. മഞ്ജു ഡൈനാസ്റ്റി. The colonial powers of Europe and America introduced different policies in China. ചൈനയിൽ ഒരുപാട് പദ്ധതികൾ, അത് ആർക്ക് ലാഭം കിട്ടുന്ന പദ്ധതികള്? യൂറോപ്പിനും അമേരിക്കയ്ക്കും ലാഭം കിട്ടുന്ന പദ്ധതികൾ ഇവര് നടപ്പിലാക്കുകയാണ്. ആ പദ്ധതികൾ ഫേവറബിൾ ആയിട്ടുള്ളത് ഈ യൂറോപ്യൻ കൊളോണിയൽ റൂളേഴ്സിനാണ് എന്നതുകൊണ്ട് കൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നയങ്ങളായിരിക്കും. അതാണ് വിപ്ലവത്തിന്റെ കാരണം, അല്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിൽ ആ വിപ്ലവ ചിന്താഗതി പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി മാറുന്നത്. അപ്പൊ നോക്കാം അവർക്ക് അവിടേക്ക് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഫോറിൻ ഡോമിനേഷൻ ആരുടെയൊക്കെയാണ്, ആ ഫോറിനേഴ്സ് വന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു യൂറോപ്പാണ്. ഒന്നാമത്തത് ആരാണ്? യൂറോപ്പാണ്. രണ്ടാമത്തത് അമേരിക്ക. ഈ രണ്ട് വിദേശ ശക്തികളാണ് ചൈനയിലേക്ക് വന്നത്. ചൈനയിലേക്ക് വരാനുള്ള അവകാശമൊക്കെ ആര് കൊടുത്തു? മഞ്ജു ഡൈനാസ്റ്റി കൊടുക്കുകയാണ്. അപ്പൊ ഇവരിവിടെ വന്നിട്ട് ചൈനയിൽ രണ്ട് പോളിസികൾ, ഓരോന്നും രണ്ട് പോളിസികൾ നടപ്പിലാക്കുകയാണ്. അപ്പൊ യൂറോപ്പ് എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ ഏറ്റവും വലിയ ശക്തിയായ ആരെ ഓർക്കണം? ബ്രിട്ടനെ ആലോചിക്കണം കേട്ടോ. ബ്രിട്ടൻ. ഇനി അപ്പൊ ബ്രിട്ടനെ ആലോചിച്ചാൽ മതി. ബ്രിട്ടനും അമേരിക്കയും ചൈനയിൽ രണ്ട് പോളിസികൾ, ഓരോരോ പോളിസികൾ നടപ്പിലാക്കുകയാണ്. ഇനി നമുക്ക് അതാണ് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. ആ പോളിസി എന്താണെന്ന് നോക്കാം. ബ്രിട്ടൻ, യൂറോപ്യൻ ശക്തിയായ ബ്രിട്ടൻ ചൈനയിൽ നടപ്പിലാക്കിയ പോളിസിയുടെ പേരാണ് ഒപ്പിയം ട്രേഡ്. ഒപ്പിയം ട്രേഡ്. അമേരിക്ക നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസി. ഒപ്പിയം ട്രേഡ് കറുപ്പ് വ്യാപാരം. ഓപ്പൺ ഡോർ പോളിസി തുറന്ന വാതിൽ നയം. ഇതാണ് വിപ്ലവത്തിന്റെ റീസൺ. അപ്പൊ ശക്തമായ രാജഭരണമാണെന്ന് പറഞ്ഞു. രാജഭരണത്തിനെതിരെയാണ് വിപ്ലവം നടത്തുന്നത്. പക്ഷെ രാജാവ് എന്തിന് അനുവാദം കൊടുത്തു? ഫോറിനേഴ്സിന് കടന്നു വരാൻ. ഏതൊക്കെ ഫോറിനേഴ്സിന്? ഒന്ന് യൂറോപ്പിനും മറ്റൊന്ന് അമേരിക്കയ്ക്കും. യൂറോപ്പ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ വന്നു, മറ്റൊന്ന് അമേരിക്കയും വന്നു. ഇവര് നടപ്പിലാക്കിയ പോളിസികൾ അവിടുത്തെ സേനയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാവുകയും ഒരുപാട് പേര് തൊഴിൽ രഹിതരാവുകയും ചെയ്തു. അപ്പൊ അവര് സംഘടിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മഞ്ജു ഡൈനാസ്റ്റിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ചൈനയിൽ തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് ചൈനയിലെ ഈ രണ്ട് കാരണങ്ങൾ, എന്താണ് ഒപ്പിയം ട്രേഡ് എന്നും എന്താണ് ഓപ്പൺ ഡോർ പോളിസി എന്നറിയണം. അപ്പൊ ഇവിടെ ചോദ്യം വരാം, റീസൺ ഫോർ ദ ചൈനീസ് റെവല്യൂഷൻ. ചൈനീസ് വിപ്ലവത്തിന്റെ കാരണമാണ് ചോദിക്കുക. കാരണം നിങ്ങൾ എന്ത് പറയണം? യൂറോപ്പ് ആൻഡ് അമേരിക്ക, അതായത് കൊളോണിയൽ റൂളേഴ്സ് ഓഫ് കോളനി ഭരണം ഇഷ്ടപ്പെടുന്ന ആരൊക്കെ? യൂറോപ്പും അമേരിക്കയും. ദേ ഇൻട്രൊഡ്യൂസ്ഡ് ഡിഫറെന്റ് പോളിസീസ്. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? ബ്രിട്ടന്റെ ഒപ്പിയം ട്രേഡ് കറുപ്പ് വ്യാപാരവും അമേരിക്കയുടെ തുറന്ന വാതിൽ നയം അല്ലെങ്കിൽ ഓപ്പൺ ഡോർ പോളിസി. ഇനി നമുക്ക് ഈ രണ്ടും എന്താണെന്ന് അറിയണം. അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കും. നോക്കാം നമുക്ക് ഒപ്പിയം ട്രേഡ് എന്താണെന്നും ഓപ്പൺ ഡോർ പോളിസി എന്താണെന്നും നോക്കാം. അപ്പൊ നമുക്ക് യൂറോപ്യൻ ശക്തിയായ ഇംഗ്ലണ്ട് ചൈനയിൽ നടപ്പിലാക്കിയ പോളിസി നോക്കാം. അപ്പൊ രണ്ട് പോളിസികളാണ് വിപ്ലവത്തിന് കാരണം എന്ന് പറഞ്ഞു. ഒന്ന് ഇംഗ്ലണ്ട് നടപ്പിലാക്കിയ ഒപ്പിയം ട്രേഡ് കറുപ്പ് വ്യാപാരം, മറ്റൊന്നേതാ? അമേരിക്ക നടപ്പിലാക്കിയ ഓപ്പൺ ഡോർ പോളിസി തുറന്ന വാതിൽ നയം. അതിൽ ആദ്യത്തെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒന്നില്ലെങ്കിൽ വാട്ട് ആർ ദ പോളിസീസ് ഇംപ്ലിമെന്റഡ് ബൈ യൂറോപ്പ് ആൻഡ് അമേരിക്ക എന്ന് ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഒപ്പിയം ട്രേഡ്. കറുപ്പ് വ്യാപാരത്തെ കുറിച്ച് കുറിപ്പ് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട രാജ്യം ഇംഗ്ലണ്ടാണ്. ഏത് രാജ്യത്താണ് നടപ്പിലാക്കിയത്? അത് നമുക്കറിയാം. നമ്മൾ പഠിക്കുന്ന വിപ്ലവം ചൈനീസ് വിപ്ലവം ചൈനയിലാണ്. അപ്പോൾ യൂറോപ്യൻ ശക്തിയിൽ ഈ വ്യാപാരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കൊളോണിയൽ റൂൾ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ആദ്യം കൂടുതൽ കോളനികൾ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ സാമ്രാജ്യ ശക്തിയാണ് ബ്രിട്ടീഷുകാർ, അല്ലെ? സ്വാഭാവികമാണ്, നമ്മൾ കണ്ടതാണ് ചരിത്രത്തിൽ മുഴുവൻ. ആ ബ്രിട്ടീഷുകാര് ചൈനയിൽ നടപ്പിലാക്കിയ പോളിസി ഒപ്പിയം ട്രേഡ്. നോക്കാം നമുക്ക്. ചൈന, ഏറ്റവും വലിയ ചൈനയുടെ പ്രത്യേകത, ചൈനയ്ക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എല്ലാം ചൈന തന്നെ ഉണ്ടാക്കും. ചൈനയിൽ നിന്ന് എക്സ്പോർട്ടേ ഉള്ളൂ, കയറ്റുമതി ഉള്ളൂ, ഇമ്പോർട്ട് ഇല്ല. അപ്പൊ ചൈനയുടെ പ്രൊഡക്റ്റ് ആയ ചൈനീസ് സിൽക്ക്, പട്ട്, ടീ, തേയില, എർത്തൺവെയർ, മൺപാത്രങ്ങൾ, ഇതിനൊക്കെ ലോകം മുഴുവൻ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ മിക്ക രാജ്യങ്ങളും, ഇംഗ്ലണ്ട് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഈ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. അതായത് ചൈന ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ they get huge profit. ഇവർക്ക് എന്ത് കിട്ടും? നല്ല പ്രോഫിറ്റ് ഉണ്ട്, നല്ല ലാഭമുണ്ട്. എന്നാൽ
ചൈനയിൽ നിന്ന് ഇംഗ്ലണ്ട് ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ചൈന ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങുന്നില്ല. അതായത് ചൈന ഇമ്പോർട്ട് ചെയ്യുന്നില്ല, ഒറ്റ പ്രൊഡക്റ്റും ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ആർക്കാണ് നഷ്ടം വരാ? ഇംഗ്ലണ്ടിന് നഷ്ടമാവും. ഇത് സ്വേച്ഛാധിപതിയായ അല്ലെങ്കിൽ കോളനിവൽക്കരണം ഏറ്റവും കൂടുതൽ ഉള്ള ഈ രാജ്യത്തിന് ഇത് ഇഷ്ടപ്പെടില്ല. അവരുടെ ആ നഷ്ടം പരിഹരിക്കാനായിട്ട് ഇംഗ്ലണ്ട് ഒരു അടവ് നയം തന്നെ ഇവിടെ സ്വീകരിക്കുകയാണ്. ഇംഗ്ലണ്ട് എങ്ങനെയെങ്കിലും ചൈനയുമായിട്ട് ഒരു ട്രേഡ് റിലേഷൻ ഉണ്ടാക്കണം. അതിനായിട്ട് ചൈനയിലേക്ക് ഇവിടെ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ചൈനയിലേക്ക് ഒപ്പിയം ഇമ്പോർട്ട് ചെയ്യാണ്. ഒപ്പിയം എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ്, ഒരു ഇൻടോക്സിക്കന്റ്, ഒരു ലഹരി പദാർത്ഥം ചൈനയിലേക്ക് കയറ്റി അയക്കും. അപ്പോൾ ഇത് അവിടുത്തെ ആളുകള് വാങ്ങി ഉപയോഗിച്ചു കഴിയുമ്പോൾ ലഹരിയാണ്, വീണ്ടും വീണ്ടും ഇതിനുള്ള ഡിമാൻഡ് കൂടും. അങ്ങനെ ചൈനയുമായി പതുക്കെ ഒരു ട്രേഡ് റിലേഷൻ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചെടുത്തു. ഇങ്ങനെ ചൈനയിലേക്ക് ഈ ഒപ്പിയം ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഒപ്പിയം ട്രേഡ് അല്ലെങ്കിൽ കറുപ്പ് വ്യാപാരം എന്നുള്ളത്. ഈ ചൈനയിലെ സാമൂഹികവും സാമ്പത്തികവുമായി അവിടെ എല്ലാ മേഖലയിലും ഒരു മാനസികമായി അവിടുത്തെ ജനങ്ങളൊക്കെ ഇതിന് അഡിക്റ്റഡ് ആവും. ഒരു മെന്റൽ ഇംബാലൻസസ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഈ തകർച്ച തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആവശ്യവും. നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ചൈന ഇതിനെ എതിർത്തില്ലേന്ന്. ചൈന എതിർത്തു. ശക്തമായി ചൈന ഇംഗ്ലണ്ട് ഇറക്കിയ ഒപ്പിയം അവിടെ ഉപയോഗിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ഒരു യുദ്ധം അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പിയം വാർ എന്നാണ്, കറുപ്പ് യുദ്ധം എന്ന് അറിയപ്പെടുന്നു. ആ കറുപ്പ് യുദ്ധത്തില് ചൈന പരാജയപ്പെടുകയും ആര് ജയിക്കുകയും ചെയ്തു? ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്തു. അതോടുകൂടി ഇംഗ്ലണ്ടിന് എല്ലാ കോളനിയും ചൈനയുടെ മാർക്കറ്റ് ഓപ്പൺ ആവുകയും ചൈനയിലേക്ക് ഏത് സമയത്ത് ഒരു ലിമിറ്റും ഇല്ലാതെ കടന്നു ചെല്ലാനുള്ള അവസരം ചൈനയ്ക്ക് കിട്ടുകയും ചെയ്തു. ഇത് നിങ്ങൾക്ക് ഒപ്പിയം വാർ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഒപ്പിയം ട്രേഡ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ കിട്ടിയാലോ? ഇത്രേ ഉള്ളൂ ഈ ഒപ്പിയം ട്രേഡ്. അപ്പൊ ഇതോടുകൂടി അവിടുത്തെ തദ്ദേശീയ കച്ചവടക്കാർക്ക് അവരുടെ സാമ്പത്തികമായ അവരുടെ സാമൂഹികമായും അവരുടെ അവസ്ഥ വളരെ മോശമാവുകയും അവിടുത്തെ ജനങ്ങൾ ശക്തമായി രാജാവിനെ അല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്ത വിദേശികളെ കടന്നു വരാൻ അവസരം കൊടുത്ത ശക്തമായ രാജവംശത്തെ എതിർക്കാൻ ഒരുങ്ങുക. ഇതാണ് ഒപ്പിയം ട്രേഡ്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. ഇനി കൊളോണിയൽ ശക്തിയായ അമേരിക്ക ചൈനയിൽ നടപ്പിലാക്കിയ പോളിസി നോക്കാം. ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. ഈ പേരിൽ തന്നെയുണ്ട്, ഓപ്പൺ ഡോർ പോളിസി. നോക്കാം നമുക്ക്. അപ്പോ അമേരിക്ക ഇംഗ്ലണ്ടിന് ആദ്യം ട്രേഡ് റിലേഷൻ അവിടെ കിട്ടിയപ്പോ അത് കിട്ടാതിരുന്ന അമേരിക്കയുടെ മനസ്സിൽ അവരെത്തുന്നതിന് മുമ്പ് തന്നെ ചൈനയെ കീഴടക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അത് കിട്ടാതിരുന്ന ചൈന ആ സമയത്ത് അതിനുവേണ്ടി ശക്തമായി വാദിക്കുകയാണ്. ഏകദേശം 19th സെഞ്ചുറിയോടുകൂടി മിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയിലേക്ക് കടന്നു വരാൻ അവസരം കിട്ടി. എന്നാൽ അമേരിക്കയ്ക്ക് ഈ അവസരം കിട്ടാതിരുന്ന സമയത്ത് അമേരിക്കയുടെ അപ്പോഴത്തെ വിദേശ സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ, എന്നാണ് പേര്, ജോൺ ഹേ എന്ന് പറയുന്ന ആള് ശക്തമായി ഇതിനെതിരെ വാദിക്കുകയാണ്. They argued for equal right in Chinese market. ചൈനയില് ബ്രിട്ടീഷുകാർക്കല്ല എല്ലാ യൂറോപ്യൻ കൺട്രീസിലും കടന്നു വരാം. യൂറോപ്യന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങൾ ചൈനയുടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടോ അതേ അവകാശങ്ങൾ അല്ലെങ്കിൽ അതേ അവകാശങ്ങൾ ഈക്വൽ ആയിട്ട് ആർക്കും കൂടി വേണം? അമേരിക്കയ്ക്ക് കൂടി വേണം. അല്ലെങ്കിൽ അമേരിക്കയുടെ മാർക്കറ്റ് ഓപ്പൺ ടു ഓൾ കൺട്രി, എല്ലാ രാജ്യങ്ങൾക്കുമായിട്ട് തുറന്നു കിടക്കണം. ഒരു തടസ്സങ്ങളും ഉണ്ടാവാതെ ചൈനയിലേക്ക് എല്ലാവർക്കും കച്ചവടത്തിന് വരാനുള്ള അവകാശം വേണമെന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം ചൈനയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. അപ്പൊ 19th സെഞ്ചുറിയോടുകൂടി അമേരിക്കയ്ക്ക് കൂടി എവിടേക്ക് കടന്നു വരാൻ അവസരം കിട്ടി? ചൈനയിലേക്ക്. അങ്ങനെ ചൈനയിൽ ഈ അമേരിക്ക അവരുടെ കൊളോണിയൽ പവർ ഫുള്ള് പിന്നീട് കാണിക്കുകയാണ്. അങ്ങനെ ചൈനയിലേക്ക് യൂറോപ്പിനൊപ്പം കടന്നു വരാൻ അവസരം കൂടി അമേരിക്കയ്ക്ക് കിട്ടി. ഇങ്ങനെ അമേരിക്ക കൊണ്ടുവന്ന ഈ പോളിസിയുടെ പേരാണ് ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. ചൈനയുടെ മാർക്കറ്റ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക. ഇങ്ങനെ ഇപ്പോ നമ്മൾ പറഞ്ഞു നിൽക്കുമ്പോൾ ചൈനയിൽ രണ്ട് വിദേശ ശക്തികളുണ്ട്. ഏറ്റവും ശക്തരായ ഒന്നിനൊന്ന് സാമ്രാജ്യത്വ ശക്തി അവരുടെ പവർ കാണിക്കാൻ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ബ്രിട്ടനും മറ്റൊന്ന് അമേരിക്കയും. ഈ രണ്ട് ശക്തികളെയും അനുകൂലിക്കുന്ന ഒരു നയം മാഞ്ചു രാജവംശം കാഴ്ചവെച്ചതോടുകൂടി ചൈനയുടെ അവസ്ഥ സാമൂഹികവും സാമ്പത്തികവുമായി മാനസികമായും എല്ലാവരും ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ശക്തമായി സംഘടിച്ചുകൊണ്ട് ഈ മാഞ്ചു ഡൈനാസ്റ്റിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ചൈനയിൽ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ ചൈനീസ് വിപ്ലവം നമുക്ക് പഠിക്കുമ്പോൾ രണ്ട് ഘട്ടമായിട്ട് പഠിക്കണം. ആദ്യം ഈ മാഞ്ചു രാജവംശത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഒരു ജനകീയ സമരം നടത്തുന്നത്. രണ്ടാമതായിട്ട് അങ്ങനെ ചൈനയെ റിപ്പബ്ലിക് ആയതിനു ശേഷം വീണ്ടും ചൈനയിൽ ഒരു ഓട്ടോക്രാറ്റിക് റൂളർ വരുന്നുണ്ട്. അപ്പൊ തിരിച്ച് രാജഭരണമല്ല, ആ ഓട്ടോക്രാറ്റിക് റൂളിനെതിരെ ശക്തമായ പിന്നീട് നടന്ന ഒരു രാഷ്ട്രീയ സമരം. ഈ രണ്ട് ഇൻസിഡന്റ് കൂടി നടക്കുമ്പോഴാണ് ചൈന വീണ്ടും ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ ചൈന റിപ്പബ്ലിക്കായി നിലവിൽ വരുന്ന ചരിത്രം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചൈനയിൽ നടന്ന ജനകീയ സമരവും ചൈനയിൽ നടന്ന ശക്തമായ രാഷ്ട്രീയ സമരവുമായി